UDFും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ അജണ്ട തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം അവരുടെ ബാന്ധവം കൊണ്ടായിരിക്കും അതേ രീതിയിലുള്ള ഒരു ടോൺ ഇപ്പം UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ആരും വിമർശിക്കുന്നില്ല, എല്ലാവരും വിമർശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPI ഒക്കെയാണ്. എങ്ങനെയാണ് SDPI മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വിമർശിച്ചാൽ അത് മുസ്ലിം വിരുദ്ധമായി മാറുക? ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വിഷയമാണെങ്കിലും CPM നേതാക്കളുടെ വിഷയമാണെങ്കിലും എന്തുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നെഗറ്റീവ് കൊണ്ടുവരാൻ UDF ശ്രമിക്കുന്നു എന്നുള്ളത് അത് ജമാഅത്തെ ഇസ്ലാമി കാലാകാലങ്ങളായി പറയുന്ന ഒരു നെഗറ്റീവാണ്. അതായത് ഇസ്ലാമോഫോബിയ എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിമർശനങ്ങളെ അവർ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനമാക്കി മാറ്റും. അതിലൊരു വലിയൊരു കഴിവ് തന്നെ അവർക്കുണ്ട്. ഇപ്പൊ അതേ ടോണിൽ തന്നെയാണ് ഇപ്പോൾ UDFും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശനൊക്കെ പറയുന്നത് അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു അറ്റാക്കാണ്, മുസ്ലിം വിരുദ്ധതയാണെന്നുള്ള രീതിയിലാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. കാരണം തീവ്ര സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളെ വിമർശിക്കുമ്പോൾ, ഇത്തരം സംഘടനകളെ ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ SDPI ആയിക്കോട്ടെ ഇവരെ വിമർശിക്കുമ്പോൾ അതെങ്ങനെയാണ് മുസ്ലിമുകൾക്കെതിരെയുള്ള വിമർശനമായിട്ട് മാറുക, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനെതിരെയുള്ള വിമർശനമായിട്ട് അതെങ്ങനെയാണ് മാറുക? അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ഒരു നെഗറ്റീവ് വരാറുണ്ട്. അതായത് ഹിന്ദുത്വത്തെ വിമർശിക്കുമ്പോൾ അത് ഹിന്ദു മതത്തിനെതിരെയുള്ള വിമർശനമായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട്. പല വിഭാഗങ്ങളും ആ രീതിയിലുള്ള തോട്ട് പ്രോസസ് ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഈ കോൺഗ്രസും മറ്റു മതേതര പാർട്ടികളൊക്കെ പറയാറ് അതൊരിക്കലും ശരിയല്ല, ഞങ്ങൾ ഹിന്ദുത്വത്തിനെയാണ് വിമർശിക്കുന്നത്, ഒരിക്കലും ഹിന്ദു മതത്തെയല്ല. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇസ്ലാമിനെ ആകുക? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്.